മനസ്സിലൊരു ഈണം വന്നു. അത് വയലിനിൽ വായിച്ച് ഒരു ചെറിയ ടൈപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത് അതുകൊണ്ട് ഭരതേട്ടന് കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി വന്നു. ഒരു പടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പാട്ട് കമ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ചും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഭരതേട്ട പാട്ട് നമുക്ക് ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഉണ്ടാക്കിയില്ലടാ നീ. ഞാൻ പറഞ്ഞു, എപ്പോൾ ഉണ്ടാക്കി? നീ അന്ന് കൊടുത്തില്ലേ, അതിനേക്കാൾ നല്ല പാട്ട് ഇനി എനിക്ക് വേണ്ട, അത് മതി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വയലിനിൽ വായിച്ചു കൊടുത്ത ബിറ്റ് തന്നെ അവിടെ ഭരതേട്ടൻ ഫ്ലാറ്റാണ്. പിന്നെ അതിന് വരികൾ എഴുതാന്നുള്ളതാണ്. ONV സാർ വരുന്നു, ഞാൻ ONV കുറിപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഓൾറെഡി ട്യൂൺ കംപ്ലീറ്റ് ഉണ്ട്. അങ്ങനെ വയലിനിൽ വായിച്ചത്. അപ്പോൾ ONV സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കേട്ട വഴിക്ക് പറഞ്ഞു, നല്ല ട്യൂൺ, നല്ല മലയാളി തനിമയുള്ള ട്യൂണാണ്, നല്ല പുതുമയുണ്ട്, പക്ഷെ ഇതിനൊക്കെ വരി എങ്ങനെ എഴുതും എന്നൊരു ചോദ്യമാണ്. അപ്പോൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ല സാറേ, സിംഗിൾ ട്യൂണാണ്, സിംഗിൾ സിലബിളാണ് വേണ്ടതേ. ഞാൻ പറഞ്ഞു, നീ എൻ അങ്ങനെയൊക്കെ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ അതൊരു എന്തോ ഒരു ഇത് കേട്ടു, യുറേക്ക എന്ന് പറഞ്ഞ പോലെ, കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ, മതി സ്ഥലം വിട്ടോ. പിറ്റേ ദിവസം കാലത്ത് വന്ന വരികളാണ്. നീ എന്നുള്ളത് ആർക്കും വേണമെങ്കിൽ പറയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം മനോഹരമായിട്ടുള്ള വരികൾ തന്നു. അത് ഓർക്കസ്ട്രേഷൻ ചെയ്തു. AVMRR സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ദാസേട്ടൻ വരുന്നു. ദാസേട്ടൻ വന്ന് പാടുന്നു എൻ്റെ ആദ്യ ഗാനം. അതിൻ്റെ ഒരു പിറവി, അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്.